വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഇത് രണ്ടും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തതായിട്ട് ഒബ്ജക്റ്റ് SVO പാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ്. ഇൻ ഇംഗ്ലീഷ് ലോട്ട്സ് ഓഫ് 80% ഓഫ് ദ സെന്റൻസസ് ആർ ഇൻ SVO പാറ്റേൺ. അപ്പൊ അതെന്താണെന്ന് നോക്കാം. SVO സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ്. O മീൻസ് ഒബ്ജക്റ്റ്. അതെങ്ങനെയാണ് ഐഡന്റിഫൈ How can we identify that? എന്നുള്ളത് നോക്കാം. She drinks tea. It's a sentence. She. This sentence is about she. She drinks tea. എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത് സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. Because this sentence is about she. This is the verb. What she does? She drinks tea. Tea means object. How can we identify it? If we ask a question related to drink, she drinks what? What എന്നുള്ളൊരു കണക്റ്റഡ് ആയിട്ട് ചോദിച്ചാൽ, വെർബുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ആണ്. She drinks what? Tea. അത് ഒബ്ജക്റ്റ്. That's the way. Ask the question what or whom. Whom എന്നുള്ളതിന് ആൻസർ കിട്ടുകയാണെങ്കിലും അത് ഒബ്ജക്റ്റ് ആണ്. വാട്ട് എന്ന് ചോദിച്ചാലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. She drinks what? Tea. So that is object. Cow eats grass. Here in this sentence is about cow eats grass. പുല്ല് തിന്നുന്നാ പറയണേ. അപ്പൊ ഇവിടെ cow ആണ് സബ്ജക്റ്റ്, eats എന്നുള്ളതാണ് വെർബ്, ആൻഡ് grass അത് ഒബ്ജക്റ്റ് ആണ്. അതെങ്ങനെയാണ്? cow eats what എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് അവൈലബിൾ. വാട്ട്സ് ദാറ്റ്? ഗ്രാസ്. ഒബ്ജക്റ്റ്. Peter plays cricket. Here also subject is Peter because we are in this sentence we are talking about Peter. Plays is the verb and Peter plays what? Cricket. Object. In ഇവിടെ Peter likes Virat Kohli. Virat Kohli means who is that person? A cricket player, famous, popular cricket player. So Peter likes Virat Kohli എന്ന് പറയുന്ന ഈ സെന്റൻസിൽ Peter likes whom ചോദിക്കുമ്പോൾ ആൻസർ വരുന്നുണ്ട്. വാട്ട് എന്ന് ഇവിടെ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ whom എന്നുള്ള ചോദ്യത്തിന് ആൻസർ വരുന്നുണ്ടെങ്കിൽ അതും ഒബ്ജക്റ്റ് ആണ്. Here it is object. ഇവിടെ whom എന്ന് പറ്റും. We like whom? Our teacher. അപ്പൊ ഇതും ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. SVO pattern is also very important because 80% of the sentences are come under this pattern എന്നുള്ളതുകൊണ്ട്.